കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ ഒക്കെ ആകുമെന്ന് കരുതിയിരുന്ന ഒരു നേതാവാണ് കണ്ണൂരിൻ്റെ ചെന്താരകം പി ജയരാജൻ. ഇപ്പോൾ അദ്ദേഹത്തെ വെട്ടി ഒതുക്കിയതിന് പാർട്ടിയിൽ നിന്ന് തന്നെ നിരവധി കാരണങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു 3 എണ്ണമാണ് ഇപ്പോൾ ചർച്ചാ വിഷയമായിരിക്കുന്നത്. സാർ അതൊന്ന് വിശദീകരിക്കാം. മുഖ്യമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ ആകുമെന്ന് കരുതിയത് നമ്മളെപ്പോലുള്ള കുറച്ച് പേരാണ്. കണ്ണൂരുകാരും അല്ലെങ്കിൽ പിണറായി വിജയൻ അതൊന്നും കരുതിയിരുന്നില്ല. പിണറായി വിജയൻ അറിയാം എങ്ങനെ വരെ, ഏതുവരെ, ഏതറ്റം വരെ ആരൊക്കെ കൊണ്ടുപോകണമെന്നും ഒക്കെ നന്നായിട്ടറിയാം. ഈ സമ്മേളനം കഴിഞ്ഞപ്പോഴും വെട്ടി നിരത്തിയില്ലേ കുറേ പേര്. പത്മകുമാർ പൊട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. പത്തനംതിട്ട ആകെ കൂടെ തകർന്ന് തരിപ്പണമാകുകയാണ്. നവീൻ ബാബുവിൻ്റെ പ്രശ്നത്തിൽ തന്നെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയും കണ്ണൂരും തമ്മിൽ വലിയ പോർവിളി ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും ശാന്തമാണ്, ശാന്തമൊന്നുമല്ല. അപ്പോൾ പി ജയരാജൻ വളരെ ശക്തമാണ്. പി ജയരാജൻ്റെ പ്രശ്നം വളരെ മുന്നേ നിൽക്കുകയാണ്. നമ്മളത് പലവട്ടം പറഞ്ഞതാണ്. പി ജയരാജനെ കൊണ്ടുവന്ന് ഇവിടെയാണ് ഒതുക്കിയിരുത്തിയിരിക്കുന്നത്, അല്ലേ? അതെ. ഇപ്പോൾ കണ്ണൂരിലെ പി ജയരാജൻ്റെ ഒരു സ്ഥാനമെന്ന് പറയുന്നത് വളരെ വലുതാണ്. പി ജയരാജൻ ചെല്ലുന്നിടത്ത് ആൾ കൂടുക, ജയരാജന് വേണ്ടി വലിയൊരു ജനപങ്കാളിത്തം. പിണറായി വിജയൻ്റെ പ്രസംഗം കേൾക്കുന്നതിനോ മീറ്റിങ്ങിനോ ഒക്കെ തന്നെ ആൾ കൂടുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ വേറെ ചിലർ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. അത് ഇങ്ങനെ കേട്ടിട്ടുണ്ട്. പി ജയരാജന്റെ സാന്നിധ്യം ഉണ്ടെങ്കിലേ പിണറായിയുടെ പരിപാടിക്ക് പോലും ആള് വരൂ എന്നൊരു ആക്ഷേപം പി ജയരാജന്റെ പ്രസംഗം കേൾക്കാനായിട്ട് ആളെത്തും. പക്ഷെ പിണറായി വിജയന്റെ പ്രസംഗമോ മറ്റ് യോഗമോ ഒക്കെ ആണെങ്കിൽ അവിടെ ആള് കൂട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു വല്ലാത്തൊരു ജനകീയ പിന്തുണ പി ജയരാജൻ ആർജിക്കുന്നു എന്ന് കണ്ടപ്പോഴാണ് അത് പിണറായി വിജയൻ അതിൻ്റേതായ രീതിയിൽ കൈകാര്യം ചെയ്തത്. അത് മുമ്പ് പല ഇടങ്ങളിൽ കണ്ടിട്ടുള്ളതല്ലേ. BS-ന് വലിയ അംഗീകാരം കിട്ടുന്നതൊന്നും പിണറായിക്ക് സഹിക്കാൻ കഴിയുന്ന കാര്യമല്ലായിരുന്നു. BS-നെ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാതെ മാറ്റി നിർത്താൻ നോക്കിയില്ലേ ഒരിക്കലും. AKG സെന്ററിലേക്കല്ലേ പ്രകടനം എത്തിയത്. ഒടുവിൽ അതിന് വഴങ്ങേണ്ടി വന്നില്ലേ. അപ്പം പിണറായി വിജയൻ പല ആസൂത്രണങ്ങളും നടത്തിക്കൊണ്ട് വന്നു. അതിൽ പരാജയപ്പെട്ടു പോയി അന്ന് ഈ സീറ്റ് കൊടുക്കുന്ന കാര്യത്തിൽ മാത്രം. അപ്പോൾ എന്തായാലും പി ജയരാജനുള്ള, അതായത് അവിടെ PJ ആർമി എന്നൊക്കെ പറഞ്ഞ് വലിയൊരു വാട്സാപ്പ് സമൂഹ മാധ്യമങ്ങളിൽ ഗ്രൂപ്പ് ഉണ്ടാകുന്നു, അത് കയറി വരുന്നു. പി ജയരാജൻ്റെ ഈ പൊതുവേ ഉള്ള ഒരു ലാളിത്യ സ്വഭാവമുണ്ട്. പിന്നെ ഇദ്ദേഹത്തെ പാർട്ടി ചില കാര്യങ്ങൾ ഏൽപ്പിച്ച് അങ്ങനെ ഒരു കൊലയാളി എന്നുള്ള ഒരു മുദ്ര അദ്ദേഹത്തിന് പതിച്ചു എന്നുള്ളതാണ് പറ്റിയിട്ടുള്ള കുഴപ്പം. പി ജയരാജൻ നല്ലവനാണ്, പക്ഷേ പി ജയരാജനെ പാർട്ടിയാണ് യഥാർത്ഥത്തിൽ വഴിതെറ്റിച്ചതും ചീത്തയാക്കിയതും. പിന്നെ പി ജയരാജനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരു മുസ്ലിം വിരോധം തന്നെയും ഉണ്ട്. അങ്ങനെ ഒരു ആക്ഷേപം കേട്ടിട്ടുണ്ട്. പ്രത്യേകിച്ചും അരിയിൽ ഷുക്കൂർ കൊലക്കേസ്, അതുപോലെ ഷുഹൈബ്, ഇങ്ങനെയൊക്കെയുള്ള പല നിരവധി കൊലക്കേസുകളിൽ അദ്ദേഹം പ്രതിയാക്കപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് അതിൻ്റെ ഗൂഢാലോചനയിലൊക്കെ പങ്കുണ്ട് എന്നുള്ള ആക്ഷേപവും ആരോപണവും വളരെ ശക്തമായിട്ട് ഉയർന്നിട്ടുണ്ട്. പൊതുവെ ഈ മുസ്ലിങ്ങൾ മലബാറിലെ, പ്രത്യേകിച്ചും ഈ കോഴിക്കോടിൻ്റെ വടക്കൻ പ്രദേശത്തും കണ്ണൂർ ജില്ലയിലും ഉള്ള മുസ്ലിങ്ങൾ പി ജയരാജനെ വല്ലാണ്ട് ഭയപ്പെടുകയും വെറുക്കുകയും ചെയ്യുന്നുണ്ട്. അതും ഒരു പരിധി വരെ പി ജയരാജനെ ഒതുക്കുന്നതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ? ആ കാരണവും ഒരു വളരെ ശക്തമായി അവിടെ നിലനിൽക്കുന്നുണ്ട് എന്ന് പൊതുവെയുള്ളൊരു വിലയിരുത്തലുണ്ട്. അതെ, ഈ മുസ്ലിം വിരോധം ഉണ്ടാക്കി കഴിയുമ്പോൾ അത് പാർട്ടി ആ ന്യൂനപക്ഷം അങ്ങോട്ട് അകന്നു പോവുകയാണ് ചെയ്യുന്നത്. അത് പിണറായി വിജയൻ ഇതിങ്ങനെ ന്യൂനപക്ഷ സമുദായത്തെ ചേർത്ത് നിർത്താനുള്ള ശ്രമം ആണ് നടത്തുന്നത്. ഇപ്പോഴാണ് അല്പം അകന്നു നിൽക്കുന്നത്. ലീഗ് പൊതുവെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അടി കിട്ടിയപ്പോഴാണ് അതെ ഒന്ന് കൈയെടുത്ത്. ഇനിയിപ്പോൾ വീണ്ടും അവരെ ഒന്ന് ഭിന്നിപ്പിച്ച് എങ്ങനെയെങ്കിലും കുറെ വിഭാഗത്തെ ഇപ്പുറത്ത് കൊണ്ടുവരാനുള്ള ശ്രമം പിണറായി നടത്തുന്നുണ്ട്. ലീഗിന് 2021 തന്നെ മറുപക്ഷത്തേക്ക് കൊണ്ടുവരാനുള്ള ഒരു തീവ്ര ശ്രമം നടത്തി. കുഞ്ഞാലിക്കുട്ടി അതിനുള്ള ചില നീക്കങ്ങളും ഒക്കെ നടത്തി. പക്ഷേ അങ്ങനെ അങ്ങ് പോയി കഴിഞ്ഞാൽ ലീഗ് പിളരുമെന്നുള്ള ഉറപ്പാണ്.
KM ഷാജി, MK മുനീറിനെ പോലുള്ളവരൊക്കെ ഈ LDF-ലേക്ക് ചേക്കേറുന്നതിനോട് ഒട്ടും തന്നെ എതിർപ്പാണ്. യോജിപ്പില്ല. പക്ഷേ 2026 പിന്നെ ഭരണം UDF-ന് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ലീഗ് എടുക്കുന്ന നിലപാടൊക്കെ വളരെ കണ്ടു തന്നെ അറിയണം. പ്രധാനപ്പെട്ട നിലപാടുകളായിരിക്കും. അവർക്ക് ഭരണമില്ലാതിരിക്കാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. ഇവർ എന്നെങ്കിലും ലീഗ് പിണറായി വിജയനെതിരെ സംസാരിച്ചിട്ടുണ്ടോ? ഇല്ല. UDF പറയും, LDF-നെതിരെ പറയുമായിരിക്കും, പിണറായിക്കെതിരെ സംസാരിച്ചിട്ടില്ല. വളരെ ശരിയാണ്. പിണറായി വിജയനെ ആക്രമിക്കുന്ന, പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ നേതാവിനെ ആക്രമിക്കുന്ന ശൈലി ലീഗിനില്ല. ലീഗ് മോദിയെ ആക്രമിച്ചിട്ടുണ്ടോ? ഇല്ല. വളരെ സൂക്ഷിച്ചും കണ്ടും മാത്രമേ അത് അവർ ഉപയോഗിക്കത്തുള്ളൂ. അത് അവർക്കറിയാം കൃത്യമായിട്ട്. UDF-ൽ പോയിരുന്ന LDF-നെതിരെയൊക്കെ പ്രതിഷേധം രേഖപ്പെടുത്തുകയൊക്കെ ചെയ്യും, അല്ലാതെ ഒന്നും ഉണ്ടാകത്തില്ല. ഈ ലീഗിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, ലീഗിന് P ജയരാജനോട് വളരെ കൃത്യമായ ഒരു അകൽച്ചയും വിരോധവുമുണ്ട്. പ്രത്യേകിച്ച് ലീഗിന്റെ പ്രവർത്തകരാണ് പലരും കൊല്ലപ്പെട്ടത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും P ജയരാജനോട് അതിൻ്റേതായ ഒരു വൈരാഗ്യം ലീഗിനുണ്ടാകും. പക്ഷേ അത് പാർട്ടി അതിനെ ഏത് തരത്തിലാണ് ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നതെന്നുള്ളതാണ് ഉയരുന്ന ചോദ്യം. പാർട്ടിക്ക് തീർച്ചയായിട്ടും P ജയരാജനെ മുന്നിൽ നിർത്തിയാൽ അത് മലബാറിൽ പല സ്ഥലത്തും വലിയ തോതിൽ തിരിച്ചടിയാകും എന്നൊരു തോന്നൽ പാർട്ടിക്ക് വളരെ ശക്തമായിട്ടുണ്ട്. പിണറായി വിജയന് പ്രത്യേകിച്ചും അത് തന്നെ ആയിരിക്കില്ലേ പിണറായി വിജയന്? അതും ഒരു കാരണമല്ലേ? അതും ഒരു കാരണമാ. പിന്നെ അതിനോടൊപ്പം പിണറായി വിജയൻ P ജയരാജനെ ഒതുക്കി നിർത്താൻ പിന്നെ അതിനോടൊപ്പം തന്നെ ഈ മകന്റെ ഇടപെടൽ, ഈ P ജയരാജന്റെ ജെയിൻ രാജ്. അപ്പോൾ ആ ജെയിൻ രാജിൻ്റെ ഇടപെടൽ എന്നൊക്കെ പറയുന്നതും അത് പലതരത്തിലും വെള്ളപൂശാനുള്ള ഒരു ശ്രമം നടത്തുന്നു. അതിനോടൊപ്പം തന്നെ ഈ സോഷ്യൽ മീഡിയയിലുള്ള ഒരു വലിയ ക്യാമ്പയിനിങ് നടത്തുന്നു. PJ ആർമി ഒക്കെ ഉണ്ടാക്കുന്നു. കണ്ണൂരിലെ ചെന്താരകം എന്നൊക്കെയല്ലേ വിശേഷണം കൊടുത്തിരുന്നത്. മാത്രമല്ല, എന്തെങ്കിലും ചെറിയൊരു വിഷയത്തിൽ പോലും ഈ ജെയിൻ രാജ് വളരെ രൂക്ഷമായ ഫേസ്ബുക്ക് പോസ്റ്റുകളും ഒക്കെ ആയിട്ടാണ് രംഗത്ത് വരുന്നത്. രാഷ്ട്രീയ എതിരാളികളെ വളരെ നികൃഷ്ടമായ ഭാഷയിൽ ആക്ഷേപിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റുകളുമായിട്ട്. പണ്ട് ഇക്കാര്യം മാധ്യമപ്രവർത്തകർ VS പ്രതിപക്ഷ നേതാവായിരുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ ഇത് VS ഇക്കാര്യത്തിൽ ഒരു ശാസന വേണമെന്ന നിലപാട് പോലും എടുത്തിരുന്നു, P ജയരാജനെയും മകനും എതിരെ. അപ്പോൾ ജെയിൻ രാജിൻ്റെ അത്തരത്തിലുള്ള പ്രവൃത്തികളും ഈ പറയുന്നത് പോലെ അച്ഛന് P ജയരാജന് ഒരു പാരയായി മാറി എന്ന് പൊതുവേ ഒരു വിലയിരുത്തപ്പെടലുണ്ട് അല്ലേ? അങ്ങനെയും ഉണ്ട്. കാരണം P ജയരാജൻ്റെ മകൻ പ്രത്യക്ഷത്തിൽ വലിയ രാഷ്ട്രീയ ഇടപെടലൊന്നും രാഷ്ട്രീയത്തിൽ നിറഞ്ഞങ്ങനെ വന്ന് നിൽക്കുന്നു. ജയരാജൻ്റെ ഒരു മകനാണ് ബോംബ് കയ്യിലിരുന്ന് പൊട്ടി പരിക്കേറ്റ. രാഷ്ട്രീയ ചിത്രത്തിൽ അങ്ങനെ വന്ന് നിൽക്കുന്നില്ല. പക്ഷെ പിന്നാമ്പുറങ്ങളിൽ നിന്നുകൊണ്ടാണ് ഈ വക കാര്യങ്ങളിലൊക്കെ ഏർപ്പെടുന്നത്. അതുപോലെ ഇത്തരത്തിലുള്ള ഈ സൈബർ നീക്കങ്ങളും ഇവർ അക്രമ രാഷ്ട്രീയത്തിന്റെ വക്താക്കളാണ്. P ജയരാജനും അദ്ദേഹത്തിന്റെ മകനെ കുറിച്ചുള്ള ഒരു ആക്ഷേപം പ്രധാനമായിട്ടും അവർ ഈ പറയുന്നത് പോലെ അക്രമ രാഷ്ട്രീയത്തിന്റെ വക്താക്കളാണ്. പിണറായി വിജയന് സ്വസ്ഥമായിട്ട് ഭരിക്കണമെങ്കിൽ കണ്ണൂർ ശാന്തമായിരിക്കണം. കണ്ണൂരിലെ അശാന്തി പിണറായി വിജയൻ ആഗ്രഹിക്കുന്നില്ല. P ജയരാജനെ ഒതുക്കിയില്ലെങ്കിൽ കണ്ണൂരിലെ ശാന്തി നിലനിർത്താനും തുടരാനും സാധിക്കില്ല എന്ന് പിണറായി വിജയന് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് കണ്ണൂരിനാണല്ലോ ഇപ്പോഴും പ്രാമുഖ്യം കൊടുത്തിരിക്കുന്നത്, ഇപ്പോഴത്തെ സംസ്ഥാന കമ്മിറ്റിയിലും ഒക്കെ തന്നെ. അതെ, എന്നിട്ടും കണ്ണൂരിലെ കിരീടം വയ്ക്കാത്ത നേതാവായ P ജയരാജനെ ഒതുക്കിയിരിക്കുന്നു. അല്ല, P ജയരാജനെ ഒതുക്കിയത് ഇപ്പോൾ ഈ സമ്മേളന സമയത്ത് മാത്രമല്ല, അതിനു മുന്നേ ഒതുക്കിയതാണ്. കഴിഞ്ഞ തവണത്തെ എറണാകുളം സമ്മേളനത്തിലും ഇതുപോലെ പ്രതീക്ഷിച്ചിരുന്നതാണ് സ്ഥാനം കൊടുക്കുന്നത്. ഇനി എപ്പോഴാണ് കൊടുക്കുക? 73 വയസ്സ് പിന്നിടുകയാണ്. അങ്ങനെയുള്ള അദ്ദേഹത്തിന് പിണറായിക്ക് എന്തുമാകാം, ഇളവുണ്ടാകും, അങ്ങനെയൊക്കെ ഉണ്ടാകാം. ഇനിയിപ്പോൾ നോക്കിക്കോ, നമ്മൾ കാണാൻ പോകുന്നത് കുടുംബാധിപത്യമാണ് കാണാൻ പോകുന്നത്. എന്തായാലും മരുമകൻ്റെ അരിയിട്ട് വാഴ്ച നടത്തിയിട്ട് പിണറായി ഇറങ്ങത്തുള്ളൂ. അപ്പോൾ അതിനുവേണ്ടിയാണ് P ജയരാജനെയൊക്കെ മറ്റ് പല സ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിണറായിയുടെ പ്രഖ്യാപിത ലക്ഷ്യം നടക്കുമോ? ഇല്ല. 2021 അതിനുവേണ്ടിയാണല്ലോ ചിലരെയൊക്കെ മാറ്റി നിർത്തിയത്. തോമസ് ഐസക്കിനെ ആയാലും ജി സുധാകരനെ ആയാലും. അതിനൊക്കെ മുമ്പേ തന്നെ MA ബേബിയെ അങ്ങ് പറഞ്ഞു വിട്ടു. 2014 പരനാറിയാക്കി അവിടെ കൊല്ലത്ത് വിശേഷിപ്പിച്ചത് പ്രേമേന്ദ്രനെ ആണെങ്കിലും കൊണ്ടത് ഇപ്പുറത്താണ്. ജനം അതിന് മറുപടി കൊടുത്തത്. അതെ,
അപ്പോൾ അതൊക്കെ പി ജയരാജനെയും വേണ്ടപ്പെട്ടവരെയും ഒക്കെ ഓരോരോ കാലങ്ങളിൽ അതിൻ്റേതായ രീതിയിൽ വകയിരുത്തി മാറ്റിക്കൊണ്ട് പോവുകയാണ് പിണറായി ചെയ്യുന്നത്. അതിൻ്റെ അവസാനത്തെ ഒന്നാണ് ഇപ്പോൾ കണ്ടിരിക്കുന്നത് കൊല്ലത്തും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.